കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ അവരുടെ മറ്റു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ എളിയ ക്ഷണം സ്വീകരിച്ചു വന്ന പ്രിയ സഹോദരന്മാരെ, കാലാവസ്ഥയുടെ പ്രതികൂലവും സമയത്തിന്റെ ഞെരുക്കവും കണക്കിലെടുത്ത് എന്നിൽ അർപ്പിതമായ വിഷയം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഉപസംഹരിക്കാം. ഈ മഹത്തായ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ അവരുടെ ഈ യോഗത്തിലേക്കും തുടർന്ന് ഉദ്ഘാടന കർമ്മത്തിലേക്കും ഹാർദവമായി ഈ മഹൽ നിവാസികളുടെ എല്ലാ ഓരോ വ്യക്തിത്വങ്ങളുടെയും കാര്യങ്ങളെ കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട KP മുഹമ്മദ് ഹാജി അവർകളെയും മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവർകളെയും ഈ യോഗത്തിലേക്കും ഈ എല്ലാ ഓരോ മഹൽ നിവാസികളുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റു ആശംസാ പ്രസംഗം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗഫൂർ ഖാസിമി കുണ്ടൂർ മർക്കസ് പ്രിൻസിപ്പൽ അവർകളെയും ബഹുമാനപ്പെട്ട കാളാവ് സൈദലി മുസ്ലിയാർ സമസ്ത മലപ്പുറം ജില്ലാ മുഷാവറംഗം അവർകളെയും ആലി ഹാജി കുണ്ടൂർ മർക്കസ് ജനറൽ സെക്രട്ടറി അവർകളെയും PK സിദ്ദീഖ് സാഹിബ് കുണ്ടൂർ മർക്കസ് മാനേജർ അവർകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു PKM ബാക്കവി ഗൂഡല്ലൂർ കാളി അവർകളെയും നീലഗിരി ജില്ലാ SK സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭാരവാഹികളെയും നീലഗിരി ജില്ലാ SKSS ഭാരവാഹികളെയും നീലഗിരി ജില്ലാ SKSYS നീലഗിരി ജില്ലാ SMF ഭാരവാഹികളെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റും ഈ പള്ളിയുടെ നിർമ്മാണാവശ്യാർത്ഥം സഹകരിച്ച ഇവിടേക്ക് എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ബഹുമാന പുരുഷം ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. സമാധാനിയായ നമ്മുടെ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, നമ്മുടെ ബഹുമാനമുള്ള അവരുടെ അതുപോലെ തന്നെ മറ്റ് സ്റ്റേജിലും ഇവിടെയുള്ള പള്ളിയിൽ കൂടിയുള്ള നമ്മുടെ ബ്രഹ്മാക്കളെ ഉമറാക്കളെ ഈ പള്ളിയുടെ ഭാരവാഹികളെ സംഘാടകരെ ആക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം തന്നെ വളരെയധികം വിഷമിച്ച് ബേജാറായ ഒരു സംഗതിയായിരുന്നു ഈ പള്ളി നിർമ്മാണം. പക്ഷേ എല്ലാവരും ഒരുമയോടുകൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിച്ച് ഇന്ന് പള്ളിയോട് വഖഫ് ചെയ്തു. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ദോർ നമസ്കാരത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നേരായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. പള്ളി എന്ന് പറഞ്ഞാൽ ആർക്കൂടെ പറഞ്ഞ് അറിയിക്കേണ്ടതില്ല, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ വീടാണ് പള്ളി. ആദ്യമായി ലോകത്ത് പരിശുദ്ധമായ മക്കയിലുള്ള കഅബയാണ് അല്ലാഹു
എല്ലാ പ്രവാചകന്മാരും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, പള്ളി പുനരുദ്ധാര നിർമ്മാണം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം മനസ്സിലാക്കി. ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ഒരു പ്രതിഫലം മഹത്തായ ഒരു കർമ്മമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവാചകന്മാരും പള്ളിയുമായി ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ആബ്ദുൽ മിനാദി എന്നായി ഈ ലോകത്ത് അമ്പരചുംബികളായ കൊട്ടാരങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. മറിച്ച് ചെറുതാണെങ്കിലും ഒരു പള്ളി അള്ളാഹുവിൻ്റെ ഭവനം അതാണ് അള്ളാഹുവിനെ. അപ്പോൾ പള്ളി ഉണ്ടാക്കിയാലും പോലെ അവിടെ ജമാഅത്ത് നമസ്കരിക്കണം, പ്രത്യേകിച്ച് അയൽവാസികൾക്ക് ധാരാളം കടമയുണ്ട്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് അതോടുകൂടി വലത്തെ കാലത്ത് കിടക്കുക, പിന്നെ തയ്യത്തോടെ പകൽ ചെയ്തു തയ്യത്ത് നമസ്കരിക്കുക, നവയത്തിൽ ഇത്തിക്കാപ്പ് യാതൊരു മത്സ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിക്കാപ്പിന്റെ നിയന്ത്രണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം നീണ്ട നിരസമായ കാര്യങ്ങൾക്കൊക്കെ പിന്തിരി പോകുന്ന അമലാണ് നമസ്കാരം. എന്ത് സമയമുണ്ടെങ്കിലും നമസ്കാരം വെക്കാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും ഞാൻ നിർവഹിക്കണം. ശരിയായ പ്രശ്നങ്ങളോടുകൂടി ഉദവോടുകൂടി ഉദവ് നന്നാക്കുക, നമസ്കാരം നന്നാക്കുക, മാനീയത്വം ഉണ്ടാകുക. പിന്നെ അവിടെ ഐക്യമാണ് ഈ പള്ളിയുടെ പ്രധാനമായ ലക്ഷ്യം. ജമാഅത്താക്കി നമസ്കരിക്കും, തോളോട് തോൾ ചേർന്ന് പോകും. അത് ദേശഭാഷ വ്യത്യാസമില്ല, ആരാണെങ്കിലും താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൊണ്ട് തന്നെ നിൽക്കണം. ഒരുമയാണ്, ഐക്യമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനമായ ഘടകങ്ങളാണ് ഈ പള്ളിയിലെ ജമാഅത്തെല്ലാം പഠിപ്പിക്കുന്നത്. ജമാഅത്തിന് വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ നമ്മുടെ കരാറുകൾ ഹിന്ദു മാർക്കസിന്റെ അതുപോലെ തന്നെ സംസ്ഥയുടെ ഒരു നല്ല സംഖ്യയും നമുക്കിവിടെ ലഭിച്ചു. പിന്നെ ഒരാളുകളെല്ലാം ആര് എവിടെ ചെന്ന് പറഞ്ഞാൽ KP ഒക്കെ പറഞ്ഞതുപോലെ ആര് നമ്മൾ വെറുതെ മടക്കിയില്ല, അതിനൊന്നും വലിയ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയാണ് ഈ പള്ളി ഉണ്ടായത്. ഇനി കുറച്ച് കടം മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. നമ്മുടെ പ്രസ്ഥാനമുണ്ട്, സ്ഥാപനങ്ങൾക്കുണ്ട്. ആ സഹായിച്ച സ്ഥാപനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാന സംസ്ഥയായ ജമീയത്തുൽ അതിന്റെ കീഴായ വിദ്യാഭ്യാസമാണ്. അവിടെ ധാരാളം എല്ലാം ഇവിടെ കൂടിയിരിക്കുക. അതിനും ഉണ്ടാവും ഇവിടെ നിലനിർത്തി അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ അതിന്റെ സംഘാടകർക്ക് ആയിരാരോഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഇങ്ങനെയുള്ള ധാരാളം നമ്മുടെ വിദേശത്തുള്ള ആളുകൾ പോലും ഇതിനു വേണ്ടി സഹായിച്ചവരാണ്. അവർക്കും അതിന്റെ അർഹമായ പ്രതിഫലത്തെ ധാരാളം ആളുകൾ മരിച്ചുപോയിരുന്നു. മരണത്തിൽ മാറ്റുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രേമിച്ചു കൊണ്ടിരുമാറാകട്ടെ. പിന്നെ ഇവിടെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ അതുപോലെ തന്നെ അവർക്കും ആയിരാരോഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം ചില പേരൊക്കെ അവിടെ എത്തിയിരുന്നു. വാപ്പയിലെന്നിപ്പം യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് എതിരായിട്ട് വന്നാണ് ഇവിടെ പണി. അതുപോലെ നമ്മുടെ സേവകരിൽ പോകാൻ നോക്കിയാണ്, ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൂടിയതാണ്. പിന്നെ കാസൊക്കെ അവിടെ പോയി. അത് വലിയൊരു തോന്നിക്കാനാണ്. ഈ ഒരുമിച്ച് കൂടാൻ അവന്റെ പൊരുത്തത്തിൽ ആവശ്യമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഇതിന്റെ പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബ് തങ്ങൾ അവர்களെ, ബഹുമാനപ്പെട്ട മുസ്ലിയാർ കോട്ടുമല അവர்களെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിയാർ കാളാവ് അവர்களെ, ബഹുമാനപ്പെട്ട കപൂർ കാസിം കുണ്ടൂർ പ്രിൻസിപ്പൽ അവர்களെ, ബഹുമാനപ്പെട്ട ആര്യാജി കുണ്ടൂർ ജനറൽ സെക്രട്ടറി അവர்களെ,
മറ്റ് പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്നും പറയാൻ സമയമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. കാരണം 5 മണിക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കരിപ്പൂരെത്തണം. ഇവിടുത്തെ പരിപാടി കഴിയാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തുമ്പോൾ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, പറയാൻ സമയമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഇവിടെ പള്ളിയുണ്ടാക്കണമെന്ന വലിയ കാലത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ആദ്യമായ ഒരു സദസ്സിൽ ഇതിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ഹൈദരി ശിഹാബ് തങ്ങളോടാണ്. ബഹുമാനപ്പെട്ടവർ തുടക്കം കുറിക്കുകയും അത് കുണ്ടൂർ മർക്കസ് ഭാരവാഹികൾ അതിന്റെ ഭാഗം ഏറ്റെടുക്കുകയും അതിന്റെ മറ്റൊരു ഭാഗം ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ് മുസ്ലിയാർ അവർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത്. ഞാൻ കാര്യം വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അതിനോടുകൂടി തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളും നമ്മുടെ ഉസ്താദന്മാരും ഒക്കെ ഇവിടെ വന്ന് ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊണ്ടത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് പ്രാർത്ഥനയായിരിക്കും ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന പരിപൂർണ വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എവിടെ ചെന്ന് ചോദിച്ചാലും ചോദിച്ചവരൊക്കെ പൈസ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിന്റെ കണക്ക് കുറഞ്ഞു നിരക്കിയാൽ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിന്റെ ഇവിടെ സംഭാവന തന്നതിന്റെ ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ സദസ്സിൽ ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 1000 മുഴുക്ക ഇന്ന് രാവിലെ എന്റെ കയ്യിൽ ഒരാൾ തന്നത്. ഒരു സാധാരണക്കാരൻ, ഒരു കഴിവില്ലാത്ത ഒരാളുകൾക്കൊക്കെ അറിയാവുന്ന കൂടലൂർ കുഞ്ഞാലിക്കാക്കയുടെ മകൻ അജീസ് എന്ന് പറയുന്ന നമ്മുടെ എത്തികാരന്റെ റിസീവർ, കൂടലൂർ പഞ്ചായത്ത് റിസീവറാണ്. അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹമാണ് ആദ്യമായി ഇന്ന് എന്റെ രാവിലെ എന്റെ കയ്യിൽ 1000 രൂപ തങ്ങളുടെ കയ്യിൽ കൊടുക്കണം എന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പള്ളിക്ക് വേണ്ടി സംഭാവന എന്നാണ്. അത് നിങ്ങൾ മുന്നിൽ വെച്ചാൽ തങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ കഴിവിന്റെ പരമാവധി സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ പള്ളി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഈ പള്ളി ഉണ്ടാക്കിയ ആളുകളുടെ അവരുടെ ഉദ്ദേശം അവർ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു. എനിക്ക് കുറെ വലുതാക്കാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾക്കൊരു കടമുണ്ട്. ഈ പള്ളി പരിപാലിക്കുകയും ഈ പള്ളി ഹയാത്താക്കുകയും ചെയ്യണം. അത് നിങ്ങളുടെ നാട്ടുകാരുടെ കടമയാണ്. ഇബാദത്ത് കൊണ്ട് ഈ പള്ളി ധന്യമാക്കണം. അപ്പോഴേ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട കുറ്റിക്കുറ്റി നിവാസികളായ നിങ്ങളുടെ പള്ളി ഉണ്ടാകാൻ ആഗ്രഹിച്ച് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പള്ളി അല്ലാഹുവിന്റെ അനുഗ്രഹവും നമ്മുടെ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ടും ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ബാക്കി കാര്യം നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വെട്ടിപ്പറിച്ചൊന്നും പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ ഇതിന്റെ കണക്കുകൾ വായിപ്പിക്കാം. പരിശോധിക്കേണ്ട ആർക്കുണ്ട് ആർക്കുവാനും പരിശോധിക്കാം. കുറ്റിമൂറ്റി ജുമാമസ് മൊത്തം ഇന്ന് വരെ കിട്ടിയത് 25,46,143 രൂപയാണ്. മൊത്തം ചെലവ് 27,97,141 രൂപയാണ്. ഇതാണ് ചെലവായത്. കഴിച്ച് ബാക്കി കടം ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കാനുള്ളത് 2,55,000 രൂപയാണ്. ഈ ജോലികളിലും മറ്റും പണിക്കാർക്കും കൊടുക്കാനുള്ളതാണ്. ഇതുവരെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചുരുക്കി വായിക്കാൻ കാരണം. ഇത് ആർക്കുമാണ് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ പൈസ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോ നമ്മളൊരു കത്ത് കൊടുത്തിരുന്നുണ്ട്.
എല്ലാ മഹലിലേക്കും നിങ്ങൾ സംഭാവന തരണം. ഈ പള്ളിന്റെ പണി കടത്തിലാണ്, പണി പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വളരെ കടുപ്പം ബഹുമാനപ്പെട്ട തങ്ങളവരോട് ഏൽപ്പിക്കണം. ആരെങ്കിലും സംഭാവന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവരെ ഏൽപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാപ്പുസുകാർ കൂട്ടുന്ന അവരുടെ പ്രസംഗിക്കാൻ വേണ്ടി ബഹുമാനത്തോട് ചോദിക്കുന്നു. ആദരണീയനായ മണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ അബ്ദുൽ ഗഫൂർ ഖാസിമി, കാളാവ് സയ്യിദ് അലി മുസ്ലിയാർ, ആലി ഹാജി, ഈ പ്രദേശത്തിന്റെ എല്ലാ ദീനീ പ്രവർത്തനത്തിനും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് യുവതികളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് ഹാജി, മറ്റ് ബഹുമാന്യരായ ഉമറാക്കളെ, നേതാക്കളെ, സഹോദരന്മാർ, ബഹുമാനപ്പെട്ട KP പറഞ്ഞതുപോലെ തങ്ങളവർക്ക് വളരെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് വളരെ രസമായ ഒരു പരിപാടി നിലക്കാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും സന്തോഷം എല്ലാവരും ഒന്നിച്ച് പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. കൊച്ചി ഒരു പള്ളി എന്നത് ഏറ്റവും അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു ഈ പള്ളിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇതിന് തർക്കമിട്ട ബഹുമാനപ്പെട്ട തങ്ങളവകൾ. അന്ന് ഇവിടുന്ന് പറഞ്ഞു, ഈ പള്ളിയുടെ ഉടനെ ഉയരും, ഈ പള്ളി ഉടനെ പൂർത്തിയാവും, ഇതിന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവും എന്ന് ബഹുമാനപ്പെട്ടവര് അന്ന് ഇവിടുന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഇതിന് പല വിധത്തിലുള്ള സംഭാവനകളും ലഭിച്ചു. ആ സംഭാവനകളെല്ലാം കൂടി ആണ് ഇങ്ങനെയുള്ള ഒരു മനോഹരമായ അല്ലാഹുവിന്റെ ഭവനം ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം ബഹുമാനപ്പെട്ട KP വ്യക്തമായി വിശദമായി ഒക്കെ പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ സമയക്കുറവുകൊണ്ട് ഇവിടെ ഒറ്റ വാക്കിൽ ഈ പള്ളിയുടെ മൊത്തം വന്ന വരവും അതിന് വന്ന ചെലവും ഇവിടെ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. ഇത് ഇതിന്റെ യഥാർത്ഥമായ ചിത്രമാണ്. ഈ മഹത്തായ ഭവനം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രദേശം വളരെ ഐക്യത്തോടെ, ഒരുമയോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ പോയിരുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങളൊക്കെയും ഒറ്റ മനസ്സോടെ ഒന്നിച്ച് ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി നിസ്കരിച്ച് എല്ലാ നിലക്കും വളരെ അങ്ങേയറ്റം സന്തോഷത്തോടെ കൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെയുള്ള ഒരു പള്ളി പൂട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിപ്പോഴും അതുപോലെ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനമാണിത്. അള്ളാഹുവിന്റെ ഭവനം അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കപ്പെടാനുള്ളതാണ്, അള്ളാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടാനുള്ളതാണ്, അള്ളാഹുവിനെ ആദരിക്കാനും ആരാധിക്കാനുമുള്ളതാണ്. അങ്ങനത്തെ ഒരു ഭവനം പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്ഥിതി? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, എത്ര കടുപ്പമുള്ള, എത്ര വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണത്. അങ്ങനെയുള്ള ഒരു പള്ളിയിൽ ആരാധന നടത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഏതൊരു പ്രവർത്തനമാരിൽ നിന്നുണ്ടായാലും ശരി, അതൊരിക്കലും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളിയുടെ പൂട്ടപ്പെട്ടപ്പോൾ ഈ പ്രദേശത്തുള്ളവരൊരു പീഡിയം പലായ്മൽ അല്ലെങ്കിൽ ഒരു പീഡിയയുടെ മുൻവശത്ത് നമസ്കരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഉണ്ടായപ്പോഴാണ് ആരും ഈ കുറ്റിമുച്ചി എന്ന് പറഞ്ഞ ഈ പ്രദേശത്തെ ഏതെങ്കിലും നിലക്ക് സഹായിച്ചുകൊണ്ട് അള്ളാഹുവിനെ എല്ലാ നിലക്കും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു പരിശുദ്ധമായ ഭവനം ഇവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചതും ആ ആഗ്രഹം
ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അറിയിച്ചതും ആ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് തങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അവിടുത്തെ പുണ്യകാലം കൊണ്ട് ഈ മഹത്തായ ഭവനത്തിന് ശിലയിട്ടവിടുന്ന് പറഞ്ഞു, ഈ പള്ളി പെട്ടെന്ന് ഇവിടെ ഉയരും, ഇതുണ്ടാകും, അതിനെല്ലാവരും സഹായിക്കണം, എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. ആ സഹായവും സഹകരണവും കൂടിയപ്പോൾ ഇന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു മഹത്തായ ഭവനം ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഒരുമയോടുകൂടി മഹത്തായ ഭവനത്തെ സംരക്ഷിച്ചു പോരാനും ആരാധിച്ചു പോരാനും ഇതിനെ സജീവമായി ആരാധന കൊണ്ട് സജീവമാക്കാനും ഒക്കെ നമ്മളുടെ എല്ലാവരും കൂടി സംഘടിക്കുകയും അതിന്റെ എല്ലാ വിധത്തിലുള്ള സൗഹാർദ്ദപരമായ സഹകരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് യാതൊരു ഭിന്നിപ്പുമില്ലാതെ ഇവിടെ നമുക്ക് നിലനിന്ന് പോവുകയും ചെയ്യണം. അതിനല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏത് ഭിന്നിപ്പുകാര് എവിടെ ഉണ്ടെങ്കിലും എവിടെ ഫസാദ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെയും ഫസാദ് പരാജയപ്പെട്ടു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തിനു വേണ്ടിയാണോ ഈ ഭിന്നിപ്പുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ യാതൊരു അർത്ഥവും അതിനില്ല എന്നുള്ളതാണ് സത്യം. ഈ നമുക്ക് എല്ലാം ഒത്തൊരുമിച്ച് പോകുന്ന ഒരു മഹല്ലത്തിൽ ഒരു പള്ളിന്റെ അപ്പുറത്തൊരു പള്ളി, ഒരു മദ്രസന്റെ അപ്പുറത്തൊരു മദ്രസ, ഒരു പള്ളി തന്നെ മുകളിലൊരു വിഭാഗം, താഴെ മറ്റൊരു വിഭാഗം, മദ്രസകൾ രണ്ടായി ഭിത്തി കൊണ്ട് ഭാഗിച്ച് ഒരു ഭാഗത്തൊന്ന് മറ്റൊരു ഭാഗത്തൊന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മളുടെ ഈ നാട്ടിലൊക്കെ ഈ ഫസാദും ഇത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മളുടെ ആത്മീയ നേതൃത്വ സംഘടനയാണ്. ആ സംഘടനയുടെ പിന്നിലണിഞ്ഞിരുന്ന തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെയും സമസ്തയുടെ പണ്ഡിതന്മാരെയും ഒപ്പമാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നിൽ നിന്ന ഒരു കാര്യത്തിൽ തന്നെ ഒരിക്കലും പരാജയം ഏൽക്കുകയില്ല, ഉണ്ടാവുകയില്ല. അതാണ് അതിന്റെ വ്യക്തമായ തെളിവായി കാണുന്ന പള്ളി. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട തങ്ങളുടെയും ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെയും ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരുടെയും ഒക്കെ പിന്നിലണിഞ്ഞിരുന്ന് നന്നായി പ്രവർത്തിച്ച് ഒരുമയോടുകൂടി നമുക്കൊക്കെ മുന്നോട്ട് പോകണം. അതിനല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഈ മഹത്തായ ഭവനത്തിനെ അതിൻ്റെതായ രീതിയിൽ ആദരിക്കാനും ഇവിടെ സജീവമായ ആരാധനകൾ നടത്തിക്കൊണ്ട് ഈ പള്ളിക്ക് സംഭാവന ചെയ്യുന്നവരുടെ ഉദ്ദേശപ്രകാരം അവർക്ക് അതിന്റെ ഗുണം കിട്ടാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കണം. നിങ്ങൾ അതിന് പൂർണ്ണമായും ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഭവനത്തിന് സഹായിച്ച എല്ലാവരുടെയും സഹായങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മളുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, നമ്മളുടെ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും വീട്ടിലൂടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇതിനു വേണ്ടി സംഭാവന ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകളെയും ആശീർവാദം തീർമാറാകട്ടെ എന്ന് മാത്രം എന്നുകൂടി ഞാൻ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശത്രുതയും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും. ബഹുമാനപ്പെട്ട ഗഫൂർ കാസിമി ഉസ്താദ് അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളവരും സമസ്തയുടെ ബാപ്പുസ്താദ് അടക്കമുള്ള സമുന്നതരായ നേതാക്കന്മാരും ഇടപെട്ട് കുണ്ടൂർ മർക്കസിന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ സഹായ സഹകരണത്തോടുകൂടെ ഇവിടെ ഒരു പള്ളി സ്ഥാപിതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ നാട്ടുകാരോട് തങ്ങൾ ഒരു വല്ലാത്ത താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് എനിക്ക് വളരെ നേരത്തെ മനസ്സിലായിട്ടുണ്ട്.
ഈ പള്ളി ഇങ്ങോട്ട് എത്തി ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ ഏറെക്കുറെ ഒരു ദിവസത്തെ മെനക്കെട. പക്ഷെ നിങ്ങളുടെ ഈ പള്ളിയുടെ ശിലാസ്ഥാപനത്തിനും അതിന്റെ ഉദ്ഘാടനത്തിനും ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഇവിടെ എത്തി ആ കർമ്മം നിർവഹിച്ചു എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ അവர்களுം അതുപോലെ സമസ്തയുടെ നേതാക്കളും ഈ നാടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ താല്പര്യത്തിന് മകുട ഉദാഹരണമാണ്. ഇവിടെ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട TM ബാബു ഉസ്താദ് അവരെ സംബന്ധിക്കേണ്ടായി. അദ്ദേഹം ഉംറ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, വീട്ടിൽ പോലും പോയിട്ടില്ല. ഇന്ന് ഉംറ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഉംറ കഴിഞ്ഞ ആളുകളൊക്കെ അവരുടെ ദ്വാരകൾ ഒരുപാട് ദിവസമാണ്. അപ്പൊ അവരുടെയൊക്കെ ദ്വാരാണ് നമ്മൾക്ക് കിട്ടിയത്. വലിയൊരു അനുഗ്രഹമാണ്. സാധാരണഗതിയിൽ പാണക്കാടിന്റെ അടുത്തുള്ള പള്ളിയിൽ പോലും ഉദ്ഘാടനത്തിന് കഴിയാറില്ല. അതേ സമയത്ത് ഈ ഓണം കയറാൻ ഇത്രയും അകന്നൊരു പ്രദേശത്ത് നിങ്ങളുടെ ഈ വിഷയത്തിന് ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്താണ് വളരെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വന്ന പാടെ തന്നെ സമസ്തയുടെ നേതാക്കളും വല്ലാത്തൊരു വൈകാരികമായ ഒരു ബന്ധം ഈ മഹല്ലത്തിനോടും ഈ നാട്ടുകാരോടും ഉണ്ട് എന്നുള്ളത് വളരെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ദീർ എന്താണെങ്കിലും അതിനുള്ള ഏറ്റവും ചില അനിഷ്ടകരമായ സംഭവങ്ങളെ തുടർന്ന് ഒരു മഹല്ലത്തിലെ പള്ളി അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. ഈ ഒരു മഹല്ലത്തിൽ മാത്രമല്ല പല ഈ സമൂഹത്തിൽ ഒരുപാട് ശൈത്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും മറ്റു പലരും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു പള്ളി ഈ രൂപത്തിൽ അടച്ചു പൂട്ടേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. അതിനോട് സ്ഥലമല്ല ചെരുപ്പിടാൻ മൊത്തം എനിക്കല്ല വേറെ അധികമാവും. ഇല്ലല്ല പോയി അങ്ങനെ ചോർന്നാ പോയി ഇവിടെ രണ്ടാമത്തെ ഹലോ എന്നെ നമ്മുടെ തടിയാ പിടിക്കണോ ചണ്ട അറിയോ പള്ളി എടാ ഒരു പ്ലേറ്റ് എടുത്തോ അപ്പോ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങള് പള്ളികൾ ഉണ്ടാക്കുന്നത് 60-50-60ഓളം പള്ളികളുടെ പണി ഇതിന്റെ ഉദ്ഘാടനമായി 10ഓളം പള്ളികളുടെ പണി നടക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്ലാൻ എസ്റ്റിമേറ്റ് കണക്കൊക്കെ ഞങ്ങൾക്ക് അത് ആ കണക്ക് ഞങ്ങൾ തരും. ഞങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ സമർപ്പിക്കും. ആ പ്ലാനിനനുസരിച്ചുള്ള പദ്ധതി നീക്കും, അത് ഞങ്ങൾ നൽകും. അതിനേക്കാൾ കുറെ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഞങ്ങൾ അതിനൊരിക്കലും ഉത്തരവാദികളല്ല. ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ സാധാരണയിലുള്ള കണക്ക് 40,000 ദിർഹംസ് 60,000 ദിർഹംസ് ഇങ്ങനെയൊക്കെ പല കണക്കുകളാണ്. ആ കണക്കനുസരിച്ച് നമ്മൾ കൊടുക്കും.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി വളരെ ഉഷാറായിട്ടുണ്ട്. അതിന്റെ തുക വായിച്ചല്ലോ, വലിയൊരു തുക വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് അതിൽ പേടിയാണുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായ തുകയ്ക്ക് ഞങ്ങൾ പലയിടത്തും വളരെ ചെറിയ പള്ളികളാണ് ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായും അറബി സഹോദരൻ ചോദിക്കുകയാണ്, ഈ തുക കൊണ്ട് ഇത്ര വലിയൊരു പള്ളി ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞത്? ഇതിന്റെ മുമ്പ് ഇത്ര തന്നിട്ട് ഇത്ര ഉഷാറുള്ള പള്ളി ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഞങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. പലരുടെയും കൂടി സഹായം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒന്നുമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എത്രയാണ് നിങ്ങളോട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിലൊരു ഫീൽസ് കുറയാതെ എത്രയാണ് കിട്ടിയതെങ്കിൽ അതിന്റെ ഘട്ടങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാന ശേഷിപ്പുണ്ടെങ്കിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ തുക ഇൻഷാ അല്ലാഹ് കൊടുക്കും. ബാക്കിയുള്ള തുക സമസ്തയുടെ വകയിലായിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ പിരിവുകളായിട്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി ഉയർന്നു വരാൻ കഴിഞ്ഞു എന്നതിൽ. അതുകൊണ്ട് തങ്ങളൊക്കെ ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ രൂപത്തിൽ പറഞ്ഞു. കാരണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ട് കരിക്കൂര് പോയിട്ട് 5 മണിയാകുമ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്ത് ആ ആളാണ് അപ്പോൾ ഇവിടെ നമ്മളോട് കൂടെ നിസ്കരിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പൊ എല്ലാവരും താല്പര്യം എടുത്തത് കൊണ്ട് ഇനി നിങ്ങളൊരു താല്പര്യം എടുക്കണം. നിങ്ങൾ എടുക്കേണ്ട താല്പര്യം എന്താന്ന് പറഞ്ഞാൽ ഈ മഹല്ലത്തിനെ നിങ്ങൾ സർവ്വസജീവമാക്കണം. റമദാനാണ് വരാൻ പോകുന്നത്. ആരാധനാദി കർമ്മങ്ങളെ കൊണ്ട് പള്ളി ചൈതന്യവത്താക്കണം. ഇതിനൊരുപാട് ആളുകളുടെ സഹായം ലഭിച്ചു. ആ ആളുകൾക്കൊക്കെ ഇതിന്റെ പ്രതിഫലം ലഭിക്കും. അത് ലഭിക്കാൻ നിങ്ങൾ ഇവിടെ ആരാണോ വിഭാഗത്ത് എടുക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്ക് വലിയ പ്രതിഫലമാണ്, നിങ്ങൾക്കും പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ട് ആരാധനാദി കർമ്മങ്ങൾ കൊണ്ട് ജമാഅത്തിനെ സജീവമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് സുബഹി ജമാഅത്ത് കർഷക മേഖലയാണ്, തൊഴിലാളികളുടെ ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് സുബഹിക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും. എല്ലാവരും ജമാഅത്തിന് വരണം. ദുഹൂറിന് ഞങ്ങൾ നിർബന്ധിക്കണില്ല. കാരണം ദുഹൂറിന് ചിലപ്പോൾ പാടത്തും പടയും കൂടി കഴിഞ്ഞ് അതിന്റെ അടിയിൽ ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞോളന്നില്ല. മഗ്‌രിബിക്കും ഇശാക്കൊക്കെ ചിലപ്പോൾ പല ഭാഗത്തൊക്കെ ആയിട്ട് വരും. സുബഹിക്ക് എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് സുബഹി ജമാഅത്തിന് വളരെ സജീവമായിട്ടുണ്ട്. അതുപോലെ തന്നെ മഗ്‌രിബിയൊന്നും ഇവിടെ കൂടുതലൊന്നും ദൂരൊന്നും പോകില്ല. മഗ്‌രിബ് ഇശയും ഒക്കെ വളരെ സർവ്വ സജീവമാക്കിക്കൊണ്ട് ഈ പള്ളി ആരൊക്കെയാണ് എടുത്തതെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വളരെ ബന്ധപ്പെട്ട ഞങ്ങളുടെ അബ്ബാസ് സൂരി എന്ന് പറയുന്ന സഹോദരനാണ് ഇതിന് വേണ്ട സാമ്പത്തിക സഹായം മറ്റൊരാളിനും ചെയ്തു തന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അതുപോലെ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ മഹല്ലത്തിൽ ഐക്യം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നല്ല നിലയിൽ ഇബാദത്തുകളെ കൊണ്ടും മറ്റും ഈ പള്ളി ധന്യമാക്കാൻ, ചൈതന്യവത്താക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിന്റെ യാ അർഹമർ റഹീമീൻ ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ബഹുമാനപ്പെട്ട കാളാം സൈദലി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള നമ്മുടെ ഉദ്ഘാടന മഹാനായ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ സമസ്ത ജനങ്ങളുടെ സെക്രട്ടറി, നമ്മുടെ ഇതിൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി താമസമായി പ്രവർത്തിച്ച കൊണ്ടൂർ മർക്കസിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാസിമി, അതിൻ്റെ ജനറൽ സെക്രട്ടറി അലിയാനി സിദ്ദീഖാജ്, മറ്റു അതിൻ്റെ ഭാരവാഹികൾ, നമ്മളുടെ എല്ലാവരുടെയും ഈ നാടിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ പി ഹാജി, മറ്റു പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ചുകൂടിയതുപോലെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഇഹവലവിയോട് വിളിച്ച് തരുമാറാവട്ടെ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയമാണ്. ഇവിടെ പ്രസംഗത്തിൻ്റെ ആശംസയുടെ ആവശ്യമില്ല. എങ്കിലും ഇന്ന് ഉച്ചപൂജയെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കല്ല മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും ഇന്ന് ഒരു പെരുന്നാൾ ദിനമാണ്. കാരണം നാം എല്ലാവരും ആഗ്രഹം
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ പള്ളി ബഹുമാനപ്പെട്ട ഉസ്താദുമാരും ബഹുമാനപ്പെട്ട തങ്ങളവരും സൂചിപ്പിച്ചവരെ നമ്മൾ ഉദ്ദേശിച്ചതിലുപരിയായിക്കൊണ്ട് വേഗത്തിൽ പൂർത്തിയാവുകയും ഇതിന് ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ശേഷം കൂടിയാണ്.